ഹലോ നമസ്കാരം. റിയാക്റ്റും അതേപോലെ തന്നെ ഫയർബേസ് ഉപയോഗിച്ച് ടിക്ടോക്ക് ക്ലോൺ ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഈ മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏത് ചെയ്യണം, ഏത് മ്യൂസിക്കാണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഒരു ബോക്സിലായിട്ട് നമുക്കിതുപോലെ മൂവ് ചെയ്യണം, മാർക്ക് ചെയ്യുക. അതായത് മൂവ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് ആ മ്യൂസിക്, ഏത് മ്യൂസിക്കാണോ പ്ലേ ചെയ്യുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ടാസ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു പാക്കേജ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പാക്കേജിൻ്റെ പേര് എന്ന് പറയുന്നത് റിയാക്റ്റ് ടിക്കർ എന്നുള്ളൊരു പാക്കേജാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. റിയാക്റ്റ് ടിക്കർ npm എന്നൊരു പാക്കേജാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കോഡ് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, റിയാക്റ്റ് ടിക്കർ. ഓക്കെ, ഇത് ചെയ്യാം. യാൺ വെച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് കോപ്പി ചെയ്തിട്ട് യാൺ വെച്ചിട്ട് ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ സമയം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മറ്റു പാക്കേജുകളൊക്കെ യാണിലേക്കായിട്ട് ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന്, അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. യാൺ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചധികം സമയം തന്നെ ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ആകാൻ വേണ്ടി നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാക്കേജ് ഇൻസ്റ്റാൾ ആയ സ്ഥിതിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, വീഡിയോ ഫൂട്ടർ എന്ന ഫയലിലേക്ക് പോവുക. ഓക്കെ, ആ ഫയലിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അഡീഷനായിട്ട് ആ ടിക്കർ എന്നുള്ളതും കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ജസ്റ്റ് ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്കർ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടിക്കർ എന്നതിന് ശേഷം ഇതിൻ്റെ മോഡ് എന്നുള്ളത് മോഡ് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, സ്മൂത്ത് എന്ന് ചേർത്ത് കൊടുത്തു. സ്മൂത്തായിട്ട് ഇത് മൂവ് ചെയ്യണം എന്നുള്ളതാണ് സ്മൂത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ ടിക്കർ എന്നുള്ളത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ടിക്കർ എന്നുള്ളത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ ആ ടിക്കർ എന്നുള്ളത് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഫയൽ ഇവിടെ സജസ്റ്റ് ചെയ്ത് വരും, അതിൽ നിന്നും അത് സെലക്ട് ചെയ്ത് എടുത്താൽ മതി. ഈ ടിക്കർ എന്നുള്ളത് സെലക്ട് ചെയ്ത് എടുത്താൽ മതി.
ടിക്കർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇമ്പോർട്ട് എന്നിട്ട് അതിന് ശേഷം ഒരു സ്പേസ് ഇടുക. അതിനുശേഷം ടിക്കർ ഫ്രം റിയാക്ട് ടിക്കർ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടിക്കർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ആ റിയാക്ട് ടിക്കർ എന്നുള്ള പാക്കേജിൽ നിന്നും ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടിക്കർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് ടിക്കർ എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മ്യൂസിക് നോട്ട് ഐക്കണിൻ്റെ താഴെ നമുക്ക് ടിക്കർ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വന്ന് ടിക്കർ എന്നിട്ട് മോഡ് സ്മൂത്ത് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ടിക്കർ ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പി എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ടിക്കറായിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു H1 എന്നുള്ളതിൻ്റെ ഉള്ളിൽ H1 എന്നിട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ സോങ് ഫ്രം ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇതായിരിക്കും നമുക്ക് ടിക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു സോങ് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്തത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാനുള്ളത് നമ്മളവിടെ ഓപ്പൺ ചെയ്ത ആ ബ്രാക്കറ്റ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാനുണ്ട്. അതേപോലെ ടിക്കറും ക്ലോസ് ചെയ്യാനുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ ടിക്കർ വർക്ക് ചെയ്യണ്ടോ നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ടിക്കർ എന്നുള്ളത് ഇതിൻ്റെ താഴെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ താഴെ നമ്മൾ ആ കൊടുത്ത ടിക്കർ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്കിതിൻ്റെ താഴെ ഇപ്പോൾ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ടെക്സ്റ്റ് നമുക്കിതിൻ്റെ താഴെ ഇതുപോലെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇൻഡെക്സ് ജസ്റ്റ് ഇവിടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഡെക്സ് എന്നുള്ളത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് എത്രാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനാണ് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻഡെക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കത് എത്രാമത്തെ തവണയാണ്, അതായത് ഓരോന്ന് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ എത്ര സമയം എടുക്കേണ്ടത്, എത്രാമത്തെ പ്രാവശ്യമാണ് അത് വരുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഡിവ് അതായത് ഈ പി എന്നുള്ള ടാഗൊക്കെ ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഈ പി എന്നുള്ള ടാഗിനെ നമുക്ക് വേറൊരു ഡിവിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടാഗാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ടാഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിനെ നമ്മൾ മറ്റൊരു ടാഗിൻ്റെ ഉള്ളിലേക്കായിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ ആൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ഈ H1 എന്നുള്ള ടാഗ് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പി എന്നുള്ള ടാഗിലേക്ക് ഒന്ന് ആക്കിയിട്ടൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒന്നും കൂടി ഇത് റീലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടെക്സ്റ്റ് നമുക്കിവിടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ മ്യൂസിക് നോട്ട് ഐക്കണിന് നമുക്കൊരു ക്ലാസ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ആ കൊടുത്ത മ്യൂസിക് നോട്ട് ഐക്കണിന് നമുക്ക് വീഡിയോ ഫൂട്ടർ ഐക്കൺ എന്നുള്ളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന് ഒരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു, ക്ലാസ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ക്ലാസ് നെയിം എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ക്ലാസ് നെയിമായിട്ട് നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ ഫൂട്ടർ എന്നൊരു ക്ലാസ് നെയിമാണ്. വീഡിയോ ഫൂട്ടർ എന്നിട്ട് __ ഐക്കൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ഒരു പേരാണ് നമ്മളിതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഫൂട്ടറിലേക്ക് നമുക്ക് കുറച്ചുകൂടി CSS ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് CSS ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, വീഡിയോ ഫൂട്ടർ CSSൽ പോവുക. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ ഫൂട്ടർ എന്നുള്ളതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാർജിൻ ലെഫ്റ്റ് എന്നുള്ളതൊരു 40 പിക്സൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് മാർജിൻ ലെഫ്റ്റ് എന്നിട്ടതിന് ശേഷം ഇതിനൊരു 40 പിക്സൽ ഞാൻ ഇവിടെ വന്ന് മാർജിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കളർ എന്നുള്ളത് നമ്മൾ വൈറ്റ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ എന്നുള്ളത് ഫ്ലെക്സ്, അതേപോലെ തന്നെ പൊസിഷൻ എന്നുള്ള
റിലേറ്റീവ് ബോട്ടം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ 100 പിക്സലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതിന് പകരം നമുക്കൊരു 150 പിക്സൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കത് ഒന്നുകൂടിയും റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തതിൻ്റെ ഇതിൻ്റെ മാർജിനും അതേപോലെ തന്നെ ടിക്കറും ഇവിടെ കറക്റ്റായിട്ട് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഈ വീഡിയോ ഫൂട്ടർ ഐക്കൺ എന്നുള്ളത് നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് നമ്മൾ CSS ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടെ വന്ന് ജസ്റ്റ് പൊസിഷൻ എന്നുള്ളത് ആബ്സല്യൂട്ട് ആക്കി കൊടുത്തു. അതായത് ആ സ്ക്രീനിൻ്റെ കറക്റ്റ് പൊസിഷനിലായിട്ട് വരാൻ വേണ്ടിയിട്ട് പൊസിഷൻ എന്നുള്ളത് നമ്മൾ ആബ്സല്യൂട്ട് ആക്കി കൊടുത്തു. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഐക്കണിനുള്ളത് ഇതിന് കറക്റ്റായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതായത് അതിൻ്റെ മുകളിലൂടെ ആയിട്ടായിരിക്കും ഈ പിക്ചർ നമുക്കിതുപോലെ മൂവ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ ടിക്കർ പി എന്നുള്ള ഐക്കണ്, അതായത് നമ്മളിവിടെ കൊടുത്ത ആ പി എന്നുള്ളതിന് നമുക്കവിടെ വന്ന ആ ടിക്കർ എന്നുള്ളതിന് H1-നും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പി എന്നുള്ള ടാഗിന് കൂടി CSS ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഇതിന് ഞാൻ H1 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ഞാൻ H1 എന്ന് ചേർത്ത് കൊടുത്ത് ഈ ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു CSS നമുക്കിതിലേക്ക്, അതായത് ഇതിനൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കാം. ഈ ടിക്കറിന് നമ്മളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കണം. ക്ലാസ് നെയിം എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇതിന് നമ്മളൊരു ക്ലാസ് നെയിം ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ ഫൂട്ടർ, വീഡിയോ ഫൂട്ടർ. അതിനുശേഷം നമുക്ക് __ ടിക്കർ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ് നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CSS ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഈ വീഡിയോ ഫൂട്ടർ ടിക്കർ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്ന് ഇതിലേക്ക് നമുക്കതിന് അതിനാവശ്യമായിട്ടുള്ള CSS നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളിപ്പോൾ കൊടുത്ത ക്ലാസ് നെയിം ഇതിന് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൽ ആൾറെഡി ഈ ടിക്കറിനൊരു CSS ഉണ്ട്, അത് നമ്മളിവിടുന്ന് ഓവർ റൈഡ് ചെയ്യാണ്. അപ്പോൾ ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ടിക്കർ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫിറ്റ് ടു കണ്ടൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് കണ്ടൻറ്റിന് ഹൈറ്റ് കണ്ടൻറ്റിനനുസരിച്ച് ഫിറ്റ് ചെയ്യാനാണ്. അതേപോലെ മാർജിൻ ലെഫ്റ്റ് എന്നുള്ളത് നമ്മളൊരു 30 പിക്സൽ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ മാർജിൻ ലെഫ്റ്റിൽ നമ്മളൊരു 30 പിക്സൽ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് നമ്മളൊരു 60% ആക്കി കൊടുത്തു. 60% ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ടിക്കർ വരുന്നതെന്നും ഇതിൻ്റെ ഹൈറ്റൊക്കെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ രൂപത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പി എന്നുള്ള ടാഗിനും അതേപോലെ തന്നെ, അതായത് അതിനുള്ളിലുള്ള പി എന്നുള്ള ടാഗിനും അതേപോലെ തന്നെ H1 എന്നുള്ള ടാഗിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, CSS ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും ഇവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വീഡിയോ ഫൂട്ടർ അതിനുശേഷം __ ടിക്കർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ H1-നാണ് CSS ആഡ് ചെയ്യുന്നത്. H1-ൻ്റെ പാഡിംഗ് ടോപ്പ് നമ്മൾ എന്ത് ചെയ്തു, 7 പിക്സൽ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ പാഡിംഗ് ടോപ്പ് നമ്മളൊരു 7 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ വീണ്ടും നമ്മളിവിടെ വന്ന് ഡോട്ട് വീഡിയോ ടിക്കർ. ഇനി അതിനുശേഷം നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നത് പി എന്നുള്ള ടാഗിനാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് > ഇട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് > ഇട്ട് കൊടുത്തു. അതേപോലെ അതായത് വീഡിയോ ടിക്കറിലുള്ള പി എന്നുള്ള ടാഗിന് എന്താണോ CSS വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. പാഡിംഗ് ബോട്ടം എന്ന് ചേർത്ത് കൊടുത്തു. അതായത് താഴെ ഭാഗത്തുള്ളതാണ് ബോട്ടം 20 പിക്സൽ നമ്മൾ എന്ത് ചെയ്തു, മാർജിന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി എന്ത് ചെയ്യാം,
ഓക്കെ, ഇവിടെ വന്ന് h1 എന്നുള്ളത് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, p എന്നുള്ളൊരു ടാഗാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് വർക്ക് ചെയ്തോളും. അപ്പോൾ നമ്മൾ ജസ്റ്റ് p എന്നുള്ള ടാഗാക്കി കൊടുത്തു. അപ്പോൾ നോക്കൂ, നമ്മൾ കൊടുത്തത് ഇതിൻ്റെ ഈ രൂപത്തിൽ ഇതിൻ്റെ അടിയിലൂടെ നമുക്കിതുപോലെ മൂവ് ചെയ്യണുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം, ഇതിലേക്ക്, അതായത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഈ രൂപത്തിലാണ്, ഇതിൻ്റെ നേരെ താഴോട്ട് ഈ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ഐക്കണിന് നമുക്ക് കുറച്ചുകൂടി CSS ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ റെക്കോർഡിന് നമുക്ക് CSS ആഡ് ചെയ്യാൻ, അതായത് നമുക്കിവിടെ വന്ന് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CSS ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ആൾറെഡി എന്തൊക്കെ CSS ആണോ കൊടുത്തത് അതിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അഡീഷനായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് നോക്കാം. ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ എന്നുള്ളത് അബ്സല്യൂട്ട് ആക്കി കൊടുത്തു. അതായത് പേജിൻ്റെ ഏത് ഭാഗത്തും കറക്റ്റായിട്ട് വരാനാണ് പൊസിഷൻ എന്നുള്ളത് അബ്സല്യൂട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ബോട്ടം സൈഡിൽ നമ്മൾ ഇതിൻ്റെ മാർജിന് 0 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ മാർജിന് ഇതിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, 20 പിക്സലും ചേർത്ത് കൊടുത്തു. ജസ്റ്റ് 20 പിക്സലും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മൂവ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ രൂപത്തിൽ നമുക്കിതുപോലെ ടെക്സ്റ്റ് ഈ രൂപത്തിൽ നമുക്കിത് പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമ്മൾ ഈ ടിക്കറിന് ആഡ് ചെയ്തത് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് നമുക്കിതിന്ന് ആവശ്യമില്ലാത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പാഡിങ് ടോപ്പ് കൂടി നമുക്കിവിടെ ജസ്റ്റ് ഇതിന് ചേർത്ത് കൊടുക്കാം. പാഡിങ് ടോപ്പ് എന്നുള്ളത് നമ്മൾ 7 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാഡിങ് ടോപ്പ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് പാഡിങ് എന്നിട്ടതിന് ശേഷം നമ്മൾ ടോപ്പ് ഒരു 7 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ മുകളിൽ ഒരു 7% മാർജിന് വരാൻ വേണ്ടിയിട്ടാണ് 7 പിക്സൽ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏതാണ്ട് ഇതിൻ്റെ ഫൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടിക്കറിൻ്റെ ഒരു ഡിഫാക്റ്റാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നതിൽ ഒരു വട്ടമാണ് ഈ ഡാറ്റാസ് പ്ലേ ആവുന്നത്, കണ്ടിന്യൂ ആയിട്ട് അത് പ്ലേ ആവുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കൊടുത്തത് ഈ രൂപത്തിൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മ്യൂസിക്കിൻ്റെ നേരെ താഴെ ഈ രൂപത്തിലായിരിക്കും നമുക്കത് പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തത്, നമ്മൾ ടിക്ടോക്ക് ക്ലോൺ വീഡിയോൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനിയും ഇതിലേക്ക് നമുക്ക് അഡീഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അടുത്തതായി നമുക്ക് ഈ വീഡിയോൻ്റെ ഈ ഭാഗത്തുള്ള കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് ഷെയർ ചെയ്യാനുള്ളതും അതേപോലെ ലൈക്ക് അടിക്കാനുള്ളതും അതേപോലെ തന്നെ അതിലേക്ക് അഡീഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് തുടർന്ന് വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അധികം കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതിലേക്ക് എങ്ങനെ ടിക്കർ ആഡ് ചെയ്യാമെന്നും ടിക്കറിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.